ട്രംപിൻ്റെ പുതിയ ഗോൾഡ് കാർഡ്, ഈ ഗോൾഡ് കാർഡ് കൊണ്ട് ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഓക്കെ, കുറച്ച് ദിവസമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് മുഴുവനും ഇമിഗ്രൻസിനെ പറ്റിയാണ്. പ്രത്യേകിച്ച് ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ കാര്യമാണ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ ചങ്ങലക്കിട്ട് കൊണ്ടുവരുന്നു, വിലങ്ങ് വെച്ച് കൊണ്ടുവരുന്നു, വലിയ കുറ്റവാളികളെ പോലെ കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ വളരെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രംപിൻ്റെയും അമേരിക്കയുടെയും വേറെ വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. അങ്ങോട്ട് ഇമിഗ്രൻസിന് സ്വാഗതം ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇന്ത്യക്കാർക്ക് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് ചിലർക്ക് ബെനിഫിറ്റ് കിട്ടിയേക്കാം, നമ്മുടെ മുകേഷ് അംബാനിയെ പോലെയൊക്കെ ഉള്ളവർക്ക്. അല്ലാത്തവർക്ക് ഇതുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം വലിയ തുകയാണ് അതിന് കൊടുക്കേണ്ടി വരുന്നത്. അതായത് വലിയ പണക്കാർ, വലിയ തോതിലുള്ള മില്യനേഴ്സോ ബില്യനേഴ്സോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരെ അമേരിക്കയിലേക്ക് സ്വീകരിക്കുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സാധാരണക്കാരായിട്ട് ശല്യം ഉണ്ടാക്കുന്ന ആൾക്കാരെയൊക്കെ ഇനി അങ്ങോട്ട് പ്രവേശിപ്പിക്കേണ്ട എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പദ്ധതി. അപ്പോൾ നമുക്കെല്ലാവർക്കും വളരെ ഒഫൻസീവായിട്ട് അല്ലെങ്കിൽ നമുക്ക് വളരെ ഫീൽ ചെയ്തൊരു സംഭവമാണ്. അവിടെ ചെന്നിരിക്കുന്ന ആൾക്കാരെ ഈ ചങ്ങല വിലങ്ങൊക്കെ ഉപയോഗിച്ച് കൊണ്ടുവരണം കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കൊക്കെ വലിയ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ പ്രോബ്ലി ഹി ഈസ് യൂസിങ് ഇറ്റ് ആസ് എ ഡിറ്ററൻറ്റ്. നാളെ വരുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കണം. നിങ്ങളിവിടെ വന്ന് നിയമവിരുദ്ധമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും അനുഭവം എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കാനും കൂടിയായിരിക്കും അദ്ദേഹം അത് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഒരു ഓഫർ വെച്ചിരിക്കുന്നത് ഗോൾഡ് കാർഡിൻ്റെയാണ്. ആ ഗോൾഡ് കാർഡ് എന്ന് പറഞ്ഞാൽ $5 മില്യൺ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പീസിൻ്റെ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ 43 കോടി രൂപ കൊടുക്കണം, അങ്ങനെ അവിടുത്തെ ഈ സിറ്റിസൺഷിപ്പ് വാങ്ങിക്കണമെങ്കിൽ. അപ്പോൾ അതിനുള്ള പദ്ധതിയാണ് ഗോൾഡ് കാർഡ്. അപ്പോൾ അതിൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ് 2 ആഴ്ചയ്ക്ക് അകം പുറത്തു വിടും. പക്ഷേ എന്തായാലും ട്രംപ് വലിയൊരു ഓപ്റ്റിമിസ്റ്റാണ്. അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് 10 ലക്ഷം കാർഡ് വിൽക്കാം എന്നാണ്. അപ്പോൾ 10 ലക്ഷം കാർഡ് വിൽക്കാം, അത് 43 കോടി രൂപ വെച്ചുള്ളതാണെങ്കിൽ വലിയ ഒരു സംഖ്യ, ഒരു അസ്ട്രോണമിക്കൽ ഫിഗർ അമേരിക്കയിലേക്ക് എത്തും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും ഈ പറഞ്ഞ വൻതുക നിക്ഷേപിച്ച് കഴിഞ്ഞാൽ, അതായത് 43 കോടി രൂപ അല്ലെങ്കിൽ $5 മില്യൺ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അവിടെ പോകാം, താമസിക്കാം, സിറ്റിസനാകാം, ജോലിയും ലഭിക്കും. മാത്രമല്ല അവിടെ സ്ഥിരമായിട്ട് താമസിക്കാം, കുറച്ച് നാളത്തേക്കല്ല, സ്ഥിരമായിട്ട് തന്നെ അവിടെ താമസിക്കാം. ഇതൊക്കെയാണ് ട്രംപ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഇമിഗ്രൻസിനെ വേണം, പക്ഷേ ഇമിഗ്രൻസ് വരാണെങ്കിൽ പണവുമായിട്ട് വരിക, ഇവിടെ വ്യവസായം ചെയ്യാനും ഇവിടെ മെച്ചമുണ്ടാക്കാനും ഉള്ള പദ്ധതികളുമായിട്ട് വന്നാൽ മതി. അല്ലാതെ ഇപ്പോൾ അമേരിക്കയിലെ ഗുണം ഉപയോഗിച്ച് സന്തോഷിച്ച് സൂചിച്ച് നടക്കാമെന്ന് വിചാരിച്ച് ആരും വരണ്ട. നിയമവിരുദ്ധമായിട്ട് ആരും വരണ്ട. നിയമവിരുദ്ധമായിട്ട് വരുന്നവരെ എങ്ങനെയാണ് വിടുന്നതെന്നുള്ളതിന് ഇപ്പം തന്നെ അവർ നമുക്കൊരു എക്സാമ്പിൾ കാണിച്ചു തന്നു. ഈ ഓരോ ഫ്ലൈറ്റും വരുമ്പോൾ വലിയ ഒരു എക്സാമ്പിളാണ് അതിലുള്ളത്. ഇവിടേക്ക് നിയമവിരുദ്ധമായിട്ട് വന്നാൽ ഇതായിരിക്കും നിങ്ങളുടെ ഗതി എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇത് ഈ ഗോൾഡ് കാർഡ് കൊടുക്കുന്നത് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ അതോറിറ്റി എന്ന് പറയുന്ന സ്ഥാപനമാണ് ഇവർക്ക് ഇങ്ങനെ ഈ രീതിയിൽ സിറ്റിസൺഷിപ്പിന് വേണ്ടി ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതും അതിന് സിറ്റിസൺഷിപ്പ് അങ്ങനെ കൊടുക്കുന്നതൊക്കെ ഈ പറയുന്ന അതോറിറ്റിയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെയൊരു പ്രോഗ്രാം കൊണ്ട് ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിമുലേറ്റ് ദി എക്കോണമി, അവരുടെ സാമ്പത്തികമായിട്ട് നല്ല പുരോഗതി ഉണ്ടാക്കുക. പിന്നെ ജോബ് ക്രിയേഷൻ, അമേരിക്കയിൽ ജോലിയില്ലാതെ ആൾക്കാർ നടക്കരുത്, അവർക്കൊക്കെ ജോലി കിട്ടണം, അതിന് പുറമേ നിന്നുള്ള പണം വന്നോട്ടെ എന്നുള്ളതാണ്. പിന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അവിടെ പണം മുടക്കുക, അവിടെ ജോലി കൊടുക്കുക, മാത്രമല്ല അവിടുത്തെ എക്കോണമിയെ ഒന്നുകൂടി സ്ട്രോങ്ങർ ആക്കുക. ഇതാണ് ഈ ഇമിഗ്രൻസിൽ നിന്നും ട്രംപിന് ആഗ്രഹവും ആശയമുള്ളത്. അല്ലാതെ നിയമവിരുദ്ധമായിട്ട് വന്ന് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആ ടൈപ്പ് ആൾക്കാരെ വേണ്ട. അങ്ങനെ ആരെങ്കിലും ഇല്ലീഗലായിട്ട് വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കൈക്ക് വിലങ്ങും കാലിന് ചങ്ങലയുമായിട്ട് അവിടെ നിന്നും വിമാനത്തിൽ ഇങ്ങോട്ട് എത്തിക്കും. അപ്പോൾ ട്രംപ് അതിൽ എന്തുമാത്രം ഡിറ്റർമിൻഡ് ആണെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ്. വാസ്തവത്തിൽ അദ്ദേഹം വേണമെങ്കിൽ അതാത് രാജ്യങ്ങളോട് കൊണ്ടുപോയിക്കൊള്ളാൻ പറയാം. അത് പറയാതെ അവരുടെ മിലിറ്ററി പ്ലെയിനിൽ തന്നെ കൊണ്ടുവരുന്നത്, സാധാ പ്ലെയിനിൽ കൊണ്ടുവരുന്നതിനേക്കാളും 4 ഇരട്ടിയൊക്കെ ചിലവുണ്ടെന്ന് ചിലർ പറയുന്നു. അത്രയും ചിലവാക്കിയിട്ടായാലും എങ്ങനെയെങ്കിലും ഗുഡ് റിഡൻസ് ടു ബാഡ് റബിഷ് എന്ന് പറയുന്ന പോലെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിവാക്കാൻ അദ്ദേഹം ശ്രമിക്കുമ്പോൾ അദ്ദേഹം ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ കാര്യത്തിൽ എന്തുമാത്രം നിർബന്ധ ബുദ്ധി ഉള്ള ആളാണെന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. പിന്നെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഈ വരുന്ന ഇമിഗ്രൻസായിട്ട് ഇനി ഈ രീതിയിൽ വരുന്നവർ, അതായത് ഗോൾഡ് കാർഡായിട്ട് വരുന്നവർ നല്ല തുകയുമായിട്ട് വരിക. മാത്രമല്ല അവർ എന്തെങ്കിലും ബിസിനസ്സിലേക്ക് പണം മുടക്കണം. ഈ പണം മുടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റേതായ ബിസിനസ് ആയിരിക്കണം. മാത്രമല്ല ഇറ്റ് ഷുഡ് ബി എ ഗവൺമെൻറ് അപ്രൂവ്ഡ് ബിസിനസ് സെൻറ്റർ. അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ വരുന്നവർ പണം മുടക്കേണ്ടത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്നവരുടെ ഈ പണം മുടക്കുകൊണ്ട് അമേരിക്കക്കാരായ അറ്റ്ലീസ്റ്റ് 10 പേർക്ക് ഗവൺമെൻറ് ജോലി
പെർമനൻറ്റ് ജോലി കിട്ടാൻ ഇത് കൊണ്ട് ഉതകണം. എന്നാലേ ഈ 43 കോടി കൊണ്ടിരുന്നുകൊണ്ട് ഉപകാരമാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ ലക്ഷ്യങ്ങളാണ് അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ ഉള്ളത്. 10 US സിറ്റിസൻസിന് എങ്കിലും ഗവൺമെൻറ് ജോലി ഉണ്ടായിരിക്കണം. ഈ ഗവൺമെൻറ്റിൻ്റേതായ ബിസിനസ് സെൻറ്ററിൽ മണി ഇൻവെസ്റ്റ് ചെയ്യണം. അത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ബിസിനസ് സെൻറ്റർ ആയിരിക്കുകയും ചെയ്യണം. പിന്നെ ഇങ്ങനെയുള്ള ഇമിഗ്രൻസ് ചെയ്യേണ്ട കാര്യങ്ങളിൽ 1-2 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഒരു $1,050,000 ഇൻ എനി നോൺ ടാർഗറ്റഡ് എംപ്ലോയ്മെൻറ്റ് അങ്ങനെയും മുടക്കണം. അല്ലെങ്കിൽ വേറെ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് $8 lakhs ഇൻ എ ബിസിനസ് ലൊക്കേറ്റഡ് ഇൻ എ റൂറൽ ഏരിയ. അപ്പോൾ റൂറൽ ഏരിയയും ഒന്ന് പുനരുദ്ധരിച്ച് കൊണ്ടുവരണം എന്ന് അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗോൾഡ് കാർഡ് കൊണ്ട് ട്രംപ് ഗോൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഇത്രയും പണം മുടക്കി കഴിഞ്ഞാൽ, അതായത് 43 കോടി ഉറുപ്പിക അല്ലെങ്കിൽ $5 million മുടക്കി കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥിരം സിറ്റിസൺഷിപ്പ് കിട്ടും. പിന്നെ അവിടെ ജോലി ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അങ്ങനെയൊക്കെ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കും. അപ്പോൾ ഇതിനു മുമ്പ് 1990 EB-5 എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതിൽ ഇത്രയും തുകയുടെ ഒന്നും പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ അമേരിക്കയിലേക്ക് പോരട്ടെ എന്നുള്ള രീതിയിലാണ് ഈ പുതിയ പദ്ധതി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക നല്ല സ്ഥലമാണ്. ഇവിടുത്തെ സുഖസൗകര്യങ്ങളൊക്കെ ആസ്വദിക്കാം എന്ന് പറഞ്ഞാൽ ആരും ഇങ്ങോട്ട് ഓടി വരണ്ട നിയമവിരുദ്ധമായിട്ട്. മാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞാലും, അതായത് അമേരിക്കയിൽ വന്നു കഴിഞ്ഞാലും പല ഇമിഗ്രൻസിനെയും കൊണ്ടും ശല്യമാണ്. ഈ ടെററിസത്തിൻ്റെയൊക്കെ സ്വഭാവമുള്ള ആൾക്കാർ അത് അവിടെ അമേരിക്കയിൽ വന്ന് അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടിയാലോ തുടരും പലരും. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവരെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കുന്നു. അവരുടെ പേര് ഇൽഹാൻ ഒമർ എന്നാണ്. നമ്മൾ ഉമർ എന്നൊക്കെ പറയണതായിരിക്കണം ഈ ഒമർ. ഇൽഹാൻ ഒമർ എന്ന് പറഞ്ഞൊരു ലേഡിയുണ്ട്. ഷീസ് ഓഫ് സോമാലി ഒറിജിൻ, സോമാലിയിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ആ കക്ഷി അമേരിക്കയുടെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലൊരു മെമ്പറാണ്. ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൽ മെമ്പറാണ്. മിനസോട്ട എന്ന് പറയുന്ന ഏരിയയാണ് അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പക്ഷേ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയിൽ വന്ന് അമേരിക്കയുടെ എല്ലാ സമ്പൽ സമൃദ്ധിയും അവർ ആഘോഷിക്കുന്നു, അനുഭവിക്കുന്നു, സന്തോഷിക്കുന്നു, ആസ്വദിക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടും അവർ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയെ കുറ്റം പറയും, ഇസ്രായേലിനെ കുറ്റം പറയും. അതേസമയം ഹമാസിനെ കുറ്റം പറയില്ല, ഹമാസിനെ പ്രശംസിക്കും. മാത്രവുമല്ല പാലസ്തീനിയൻസിൻ്റെ വംശനാശം നടത്തുകയാണ് അമേരിക്കയും ഇസ്രായേലും എന്നും പറഞ്ഞ് ഘോരം പ്രസംഗിച്ച് നടക്കും. പിന്നെ സോമാലിയിൽ നിന്ന് ഇല്ലീഗലായിട്ട് വന്നിരിക്കുന്ന ഇമിഗ്രൻസിന് അവർ എപ്പോഴും എന്താ സൗകര്യങ്ങൾ വേണ്ടതെന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അതായത് അതിനെ നിയമപരമായിട്ട് എങ്ങനെ നേരിടാം, ഇല്ലീഗൽ ഇമിഗ്രൻസായിട്ട് സോമാലിയിൽ നിന്ന് വന്നിരിക്കുന്നവർക്ക് ഇവിടെയൊന്നും പോകാതെ എങ്ങനെ കോടതികൾ വഴി ഒരു മുട്ടുശാന്തി കിട്ടും എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കാനായിട്ടാണ് ഇവർ നടക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൽഹാൻ ഒമർ എന്ന് പറയുന്ന മെമ്പർ ഓഫ് ദി ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് റിപ്രസെൻറ്റിങ് മിനസോട്ട, അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാം അമേരിക്കയുടെ എല്ലാ പ്രതാപവും അവർ ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് അതും സോമാലിയ പോലെ ഒരു രാജ്യത്ത്, ഏറ്റവും ദരിദ്രമായ ഏറ്റവും ഗതികെട്ട രാജ്യത്ത് നിന്ന് വന്ന് അമേരിക്കയിൽ ഇത്രയും സുഖസൗകര്യങ്ങൾ ആസ്വദിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും അവരുടെ സ്വഭാവം ഇതാണ്: അമേരിക്കയെ ചീത്ത പറയുക, ഇസ്രായേലിനെ ചീത്ത പറയുക, ഹമാസിനെ പ്രശംസിക്കുക. പിന്നെ ലോകം മുഴുവൻ നടന്നിട്ട് അമേരിക്കയും ഇസ്രായേലും കൂടി പാലസ്തീൻകാരുടെ വംശനാശം നടത്തുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ പാലസ്തീന് വേണ്ടി കറിയും നമ്മുടെ ഇവിടെ കുറേ പേരൊക്കെ ചെയ്യണ പോലെ. അതെ. അപ്പോൾ ചുരുക്കത്തിൽ ട്രംപ് പറഞ്ഞു. അപ്പം പണ്ട് ബൈഡൻ്റെ കാലത്ത് ഈ സ്ത്രീ ഇത് നല്ലപോലെ പെരുമാറിക്കൊണ്ടിരുന്നതാണ്. എല്ലാവരുടെയും ജനശ്രദ്ധ പിടിച്ചു പറ്റാനും പറ്റും. അതേപോലെ വളരെയധികം സമ്പത്ത് അവർ സമ്പാദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ഈ മെമ്പർ ഓഫ് ദി ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലെങ്കിൽ മറ്റ് പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നതനുസരിച്ച് അവർക്ക് കിട്ടാവുന്ന പണത്തിനൊരു ലിമിറ്റുണ്ട്. അതൊന്നുമില്ല, അവർക്ക് ഒരുപാട് പണം വന്നു കുമിഞ്ഞു കൂടിയിട്ടുണ്ട്. അതെങ്ങനെ വന്നു എന്നുള്ളതിനെപ്പറ്റി അന്വേഷണം നടത്തുന്നുണ്ട്. മാത്രമല്ല അവരെ ഒരുപക്ഷെ ഡീപ്പോർട്ട് ചെയ്യും. ഇപ്പം നമ്മുടെ ഈ ആൾക്കാരെ കൊണ്ടുവന്ന പോലെ തന്നെ ഈ ലേഡിയെ മിക്കവാറും സോമാലിയയ്ക്ക് ഡീപ്പോർട്ട് ചെയ്യാനാണ് സാധ്യത. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ശല്യക്കാരായ ഇമിഗ്രൻസ് ഇവിടെ വേണ്ട, അവർ പോയിക്കോട്ടെ, മര്യാദയായിട്ട് രാജ്യത്തിന് എക്കോണമിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ജോബ് ക്രിയേഷൻ നടത്തുന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ആൾക്കാർ മാത്രം മതി എന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ പുതിയ തീരുമാനം. അതാണ് ഗോൾഡൻ വിസ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.